അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ? അവരുടെ മനസ്സറിയാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ഈ ഒരു സമയത്ത് ആ വ്യക്തിയെ പറ്റി വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. 2 പേർക്കും സെയിം ഫീലിങ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. തന്നെ വളരെയധികം പേർക്കും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. വളരെ ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു പിണക്കം, ഒരു ചെറിയ പിണക്കമാണ് നിങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾ വളരെ ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് അസൂയ തോന്നുകയാണ്. എന്തിനാണ്? നിങ്ങൾ ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഇരുന്നിട്ടും ആ വ്യക്തി നിങ്ങളെ വളരെ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വഴി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ സെപ്പറേഷനിൽ നിങ്ങൾ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയയാണ് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നത്? കാരണം ആ വ്യക്തി ഭയങ്കര ഡിപ്രഷനിലാണ്. നിങ്ങളോട് പോയിരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം ഓർത്ത് വളരെയധികം ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ നിങ്ങൾ അതൊന്നും ആ വ്യക്തിയുടെ മുന്നിൽ കാണിക്കുന്നില്ല. മേ ബി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആ വ്യക്തി മറ്റ് സോഴ്സുകളിലൂടെ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് കൂടുതൽ കൂടുതൽ ആ വ്യക്തി വറീഡ് ആവുകയാണ്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ആ റിയാലിറ്റി ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന്റെ റിയൽ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ആയിരിക്കാം, ഫോണിലൊക്കെ ഉണ്ടായിരുന്ന കോൺവെർസേഷൻ ആയിരിക്കാം, ചാറ്റ്സ് ആയിരിക്കാം. അതെല്ലാം ആ വ്യക്തി ഇപ്പോൾ എപ്പോഴും എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ ആ വ്യക്തി നോക്കുന്നുണ്ട്. ആ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെല്ലാം നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ആ വ്യക്തി നിങ്ങളെപ്പറ്റി വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. തിങ്കിങ് മാൻ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് ദ തിങ്കിങ് വുമൺ. നിങ്ങളും ചിന്തിക്കുന്നുണ്ട്, ആ വ്യക്തിയെ പറ്റി വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. അതിൽ ആ വ്യക്തിക്ക് ഒത്തിരി ഡൗട്ട് ഫീൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പേഴ്സൺ, നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷമം ഉണ്ടാവാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ പോലുള്ളൊരു ഫീലിംഗ് അവർക്ക് ഇല്ലാത്തത് എന്നൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും വേഗം മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. മേ ബി നിങ്ങൾ എടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത്. ഓക്കെ. സോൾമേറ്റ്. യെസ്, ഡെഫിനറ്റ്ലി ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. മേ ബി നിങ്ങൾക്കും അത്തരം ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. യെസ്, മെമ്മറീസ്. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അതുപോലെ ടൈഡ് അപ്പ്. ഇപ്പോൾ എന്തായാലും ആ വ്യക്തി ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. മേ ബി നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാവാം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മിറാക്കിൾസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മേ ബി ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ വരാനുള്ളൊരു ചാൻസസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അപ്രതീക്ഷിതമായിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഒരു അവേക്കനിങ് ഉണ്ടാവാണ്. നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുള്ളൊരു സമയമാണ് ഇത്. മേ ബി ഈ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ടാവാം. യെസ്, ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മേ ബി ഒത്തിരി പേര് നോ കോണ്ടാക്റ്റിലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം. അതെല്ലാം ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ആയിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഒരു ട്വിൻ ഫ്ലെയിം എനർജിയിലാണ് എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ. ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെ ആയതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക, സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്യുക.
പ്രോപ്പർ ടൈമിൽ ഡിവൈൻ ടൈമിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിൾ ആണ്. യു ആർ വർത്തി ഓഫ് ലവ്. അതെ, നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ വാല്യൂബിൾ ആയിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ടെലിപ്പതി, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ സോളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സയൻസ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവാം. നിങ്ങൾ മേ ബി ആ വ്യക്തിയെ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം. ആ വ്യക്തി ഇല്ലാത്ത സമയത്ത് തന്നെ ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ആ വ്യക്തിയെ പോലുള്ള വ്യക്തികളെ കാണുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോസ് അപ്രതീക്ഷിതമായി കാണുക. അത്തരം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവാം. ഇതെല്ലാം ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്വിൻ ഫ്ലെയിം എനർജി നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. യെസ്, സൂൺ കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് വളരെ പോസിബിൾ ആണ്. വളരെ പെട്ടെന്ന് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. വളരെ കുറച്ച് പേർക്കാണ് ഇൻഫാക്ച്വേഷൻ. ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ളൊരു സ്നേഹമാണ്. കാരണം ഇനി ഇതിൽ കൂടുതൽ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്താണ് സഹിക്കാൻ കഴിയില്ല. അത്രമാത്രം ആ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. യെസ്, ഇപ്പോ ആ കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ഡിപ്രഷനിലാണ്. ഇനി ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആ വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു. യെസ്, വീണ്ടും ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ ആണ് വന്നിരിക്കുന്നത്. ട്വിൻ ഫ്ലെയിം എനർജി ആണ് കാണുന്നത്. ട്വിൻ ഫ്ലെയിം ഇപ്പോൾ നിങ്ങളെ തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ ആത്മാവുകൾ, രണ്ടുപേരുടെ ആത്മാക്കളെ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു സമയമാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. നിങ്ങളെ ഒരിക്കലും മറ്റൊരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ച ശക്തിയുടെ തീരുമാനം എന്ന് പറയുന്നതിന് നിങ്ങള് എന്ന് പറയുന്ന നിങ്ങളുടെ കൗണ്ടർ പാർട്ടാണ് ഈ ഒരു വ്യക്തി. മേ ബി ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ യൂണിയൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു ആത്മാവിന്റെ പകുതി എന്ന് തന്നെ പറയാം ഈ ഒരു പേഴ്സണെ. അത്രമാത്രം എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്ന ഒരു സമയമാണ്. ഓക്കെ, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അതൊരു ട്രൂത്ത് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് നോക്കൂ, പക്ഷെ എത്രമാത്രം നിങ്ങൾ അകന്നാലും അതെല്ലാം നിങ്ങളെ കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ഒരു കാരണം മാത്രമായി തീരും. ഓക്കെ.